മട്ടന്നൂർ റവന്യൂ ടവറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 2.5 വർഷമായിട്ടും സർക്കാർ ഓഫീസുകൾ മുഴുവനായും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 21ഓളം ഓഫീസുകൾ പ്രവർത്തിക്കേണ്ടിയിരുന്നിടത്ത് 6 ഓഫീസുകൾ മാത്രമാണ് പ്രവർത്തനം തുടങ്ങിയത്. 2024 ഫെബ്രുവരി 24 അന്നത്തെ റവന്യൂ മന്ത്രി കെ രാജനാണ് മട്ടന്നൂർ റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 15 മാസത്തിനു ശേഷമാണ് ഇവിടെ ഓഫീസുകൾ പ്രവർത്തനം തുടങ്ങിയത്. മട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, റീസർവേ സൂപ്രണ്ടിന്റെ കാര്യാലയം, സ്പെഷ്യൽ തഹസിൽദാരുടെ കാര്യാലയം, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ജില്ലാ ഓഫീസ്, മട്ടന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്റർ, സ്പെഷ്യൽ തഹസിൽദാർ LA, കിൻഫ്ര കാര്യാലയം എന്നിവയാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. മട്ടന്നൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ ഓഫീസുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ ടവർ നിർമ്മിച്ചത്. ജലസേചന വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ സ്ഥലത്ത് കിഫ്ബിയുടെ സഹായത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിന്റെ വിവിധ നിലകളിലായി AEO ഓഫീസ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ്, ICDS ഓഫീസ്, എക്സൈസ് സർക്കിൾ ഓഫീസ്, LA എയർപോർട്ട് ഓഫീസ്, RTO, എൻഫോഴ്സ്മെന്റ് ഓഫീസ്, പഴശ്ശി ഇറിഗേഷൻ, വെക്ടർ കൺട്രോൾ ഓഫീസ് തുടങ്ങിയ ഓഫീസുകൾക്കാണ് സ്ഥലം അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ കെട്ടിടത്തിലെ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെ പണം കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് ഓഫീസുകളുടെ പ്രവർത്തനം വൈകാൻ പ്രധാന കാരണമെന്നാണ് വിവരം. 4ാം നിലയിൽ വീഡിയോ കോൺഫറൻസ് ഹാൾ, ലൈബ്രറി, ഡൈനിംഗ് ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോടികൾ ചെലവഴിച്ച് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചിട്ടും പല സർക്കാർ ഓഫീസുകളും ഇപ്പോഴും വാടക കെട്ടിടങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥിതിയാണ്. റവന്യൂ ടവറിൽ അനുവദിച്ച മുഴുവൻ ഓഫീസുകളും പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് AK രാജേഷ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിൽ ആ സമയത്ത് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം നമ്മുടെ സ്ഥലം MLAയും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട ആളുകൾ, ഈ വകുപ്പിലുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ജീവനക്കാരടക്കം ഇതിനു വേണ്ടി ആഫീസ് മാറുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അടിയന്തരമായി സർക്കാർ ഇതിൽ ഒരു തീരുമാനത്തിൽ എത്തുകയും ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മിനിസ്റ്ററും അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾ അതിൻ്റെ പരാതികളടക്കം കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായി മട്ടന്നൂരിലെ ജനതയിലെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി സ്ഥലം MLA അടക്കം മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇതിൻ്റെ ഈ എല്ലാ സ്ഥാപനങ്ങളും ഈ ഭീമമായിട്ടുള്ള വാടക കൊടുത്തുകൊണ്ടാണ് മട്ടന്നൂർ നഗരത്തിലുള്ള ഈ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളിലും പല ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വകാര്യ വ്യക്തികൾക്ക് ഇതിൻ്റെ വാടക കൊടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി അടിയന്തരമായി സർക്കാർ തലത്തിലും അതുപോലെ തന്നെ MLA അടക്കം മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാൻ അടക്കം ഇതിന് മുന്നിട്ടിറങ്ങിക്കൊണ്ട് അടിയന്തരമായി ഇത് എല്ലാ സ്ഥാപനങ്ങളും ഒരു കുടക്കീഴിലാക്കുവാൻ വേണ്ടി രംഗത്തിറക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.